ആ കൊട്ടേഷനുകളെല്ലാം ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് ഈ പുള്ളിയായിരുന്നു. ഈ 4 കൈയുള്ള, കയ്യിൽ ചക്രമുള്ള പുള്ളിയായിരുന്നു. ഇന്ദ്രൻ്റെ മുഴുവൻ കൊട്ടേഷനുകളും ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് അദ്ദേഹമായിരുന്നു. തപസ് ചെയ്യുന്ന ശൂദ്രനെ അന്വേഷിച്ച് രാമൻ ഹിമവൽ പാർശ്വങ്ങളിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന എന്താണ്? ശംഭൂകൻ എന്ന് പറയുന്ന ശൂദ്രൻ ഒരു വൃക്ഷത്തിൻ്റെ കീഴിൽ തലകീഴായിട്ട് നിന്ന് തപസ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്? മോക്ഷമാണ് ലക്ഷ്യം, വേറൊരു ആഗ്രഹമില്ല. മോക്ഷം. എന്താണ് മോക്ഷം? മോക്ഷം എന്ന് പറഞ്ഞാൽ സ്വർഗപ്രാപ്തിയാണ് എന്ന് വാൽമീകി രാമായണം തന്നെ പറയുന്നുണ്ട്. സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് ശംഭൂകൻ തപസ് ചെയ്യുന്നത്, വേറൊന്നും ആഗ്രഹിക്കുന്നേ ഇല്ല. സ്വർഗത്തിൻ്റെ അധിപനാരാണ്? ഇന്ദ്രനാണ്. പുള്ളിക്കാരനാണെങ്കിൽ മറ്റു ഒരു മനുഷ്യരെ അങ്ങോട്ട് കയറ്റുന്നത് ഇഷ്ടമല്ല. മാവേലി എന്തിനാണ് ചവിട്ടിത്താഴ്ത്തിയത്? പുരാണങ്ങൾ അനുസരിച്ച്. കാരണം മഹാബലി യാഗം ചെയ്ത് സ്വർഗാധിപനായി തീരുമെന്ന് പേടിച്ചിട്ട് ഇന്ദ്രൻ വേപത് പൂണ്ട് വൈകുണ്ഠത്തിൻ്റെ കവാടത്തിൽ ചെന്ന് വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു, എങ്ങനെയെങ്കിലും മഹാബലി ഒതുക്കണം. കൊട്ടേഷൻ കൊടുക്കാൻ ചെന്ന. യഥാർത്ഥത്തിൽ ഇത്തരം കൊട്ടേഷനുകളുടെ ഒരു പ്രധാനപ്പെട്ട ആ കൊട്ടേഷനുകളെല്ലാം ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് ഈ പുള്ളിയായിരുന്നു. ഈ 4 കൈയുള്ള, കയ്യിൽ ചക്രമുള്ള പുള്ളിയായിരുന്നു. ഇന്ദ്രൻ്റെ മുഴുവൻ കൊട്ടേഷനുകളും ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് അദ്ദേഹമായിരുന്നു.